നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻസൊക്കെ PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് ഓഫ് ഒറീസയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2/2024 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 14/5/2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഓൺലൈനിലായിട്ടാണ് അപ്ലിക്കേഷൻസൊക്കെ അയക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ 20/5/2024 മുതൽ നിങ്ങൾക്ക് 18/6/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. URന് ഏതാണ്ട് 70ഓളം വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ SCBCക്ക് ആണെങ്കിൽ 5 വേക്കൻസി ഉണ്ട്. STക്ക് 57, SCക്ക് 15, ടോട്ടൽ ഏതാണ്ട് 147ഓളം വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിസിപ്ലിനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സാമിനേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത്. നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ആ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ 150 മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.